കൃത്യം 1:38 ലണ്ടനിലെ ഗേറ്റ്വിക് ലക്ഷ്യമാക്കിയാണ് എയർ ഇന്ത്യയുടെ ഈ ഫ്ലൈറ്റ് പറന്നുയർന്നത്. ഈ ഫ്ലൈറ്റിന്റെ പൈലറ്റ് സുമിത് സബർവാളും കോ പൈലറ്റായിട്ടുണ്ടായിരുന്നത് കൈറ്റ് ഗാർഡറുമായിരുന്നു. ഇരുവരും മികച്ച പരിശീലനം നേടിയ പൈലറ്റുകളായിരുന്നു. ഈ വിമാനത്തിൽ മൊത്തം 242 യാത്രികരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 12 പേർ ക്രൂ മെമ്പേഴ്സായിരുന്നു. ബാക്കി യാത്രികരായിരുന്നു. അതിൽ 169 പേർ ഇന്ത്യക്കാരായിരുന്നു. അതിൽ 7 പേർ പോർച്ചുഗീസുകാരായിരുന്നു. 53 US പൗരനും ഒരു കനേഡിയൻ പൗരനുമാണ് ഉണ്ടായിരുന്നത്. ഈ 242 പേരിൽ ഇന്ന് അവശേഷിക്കുന്നത് ഒരു വ്യക്തി മാത്രമാണ്. എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെട്ട 11A എന്ന സീറ്റിൽ സഞ്ചരിച്ച രമേശ് വിശ്വാസ് കുമാർ എമർജൻസി എക്സിറ്റ് വഴി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആദ്യം കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം എന്ന് വെച്ചാൽ 242 പേരും മരണമടഞ്ഞു എന്നാണ്. പക്ഷേ ചികിത്സയ്ക്ക് എത്തിയവരുടെ കൂട്ടത്തിൽ ഒരു യാത്രികൻ ഉണ്ടെന്നറിഞ്ഞു. ആ യാത്രികനായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ സഹോദരനും ഈ ഫ്ലൈറ്റിൽ തന്നെ സഞ്ചരിച്ചിരുന്നു. മുൻ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന വിജയ് രൂപാണിയും നമ്മളെ വിട്ടുപോയി. ഈ അഹമ്മദാബാദിലെ ശക്തമായ ഗതാഗത കുരുക്ക് കാരണം ഫ്ലൈറ്റിന് കറക്റ്റ് സമയത്ത് എത്താൻ കഴിയാത്ത ഒരു വ്യക്തി, അതായത് ഒരു പെൺകുട്ടിക്ക് സ്വന്തം ജീവൻ തിരിച്ചു കിട്ടി. ഫ്ലൈറ്റ് മാത്രമേ നഷ്ടമായിട്ടുള്ളൂ. ഈ 242 യാത്രികരുമായി പുറപ്പെട്ട ഈ ഫ്ലൈറ്റിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെയും പരിപൂർണമായൊരു വിവരം നൽകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഫ്ലൈറ്റ് ചെന്ന് പതിച്ചത് ഒരു മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ 6ാം നിലയിലേക്കാണ്. അവിടെ ഉച്ചനേരമായിരുന്നു. അവിടെ ഭക്ഷണം കഴിക്കാനെത്തിയ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും അടക്കം പരിക്കേറ്റു. വിദ്യാർത്ഥികൾ 5 പേര് തൽക്ഷണം മരണമടഞ്ഞു. 60 പേർ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇവരുടെയൊക്കെ മൃതദേഹം പരിശോധിച്ചതിന് ശേഷം DNA നടത്തിയതിന് ശേഷം വിട്ടുകൊടുക്കും. ഇനി ഫ്ലൈറ്റ് ദുരന്തത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 190 ഫ്ലൈറ്റുകളിൽ ഏറ്റവും മികച്ച ഫ്ലൈറ്റാണ് ഈ ഫ്ലൈറ്റ്. ഇതിനോടകം കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ 7000 സൈക്കിളുകൾ പൂർത്തിയാക്കിയതാണ്. ഈ ഫ്ലൈറ്റ് ഓടിച്ചിരുന്ന പൈലറ്റുകളും മികച്ച പരിശീലനം നേടിയവരാണ്. ഒരു ഫ്ലൈറ്റിന് അപകടം സംഭവിക്കണമെങ്കിൽ ചില കാരണങ്ങളുണ്ട്. ഒന്ന്, കാലാവസ്ഥയുടെ വ്യതിയാനമാകാം. പക്ഷികൾ ഈ ഫ്ലൈറ്റിന്റെ ഇതിന്റെ ഇടയിൽ പെട്ടുപോകുന്നതാവാം. പക്ഷേ അല്ലെങ്കിൽ പൈലറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായ എന്തെങ്കിലും ബുദ്ധിമുട്ട്. ഫ്ലൈറ്റ് 642 അടി ഉയരത്തിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം അവിടെ ആ സമയത്ത് തന്നെ ഇതിന്റെ ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ് ഉണ്ടായത്. അപകടത്തിലാണ്, നിയന്ത്രണ വിധേയമല്ല എന്നൊരു മെസ്സേജ് ഇവർക്ക് കിട്ടിയിരുന്നു. പിന്നെ ഒരു അടിയന്തരമായ ലാൻഡിംഗ് നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് മുമ്പ് തന്നെ ഫ്ലൈറ്റ് തകർന്നു വീഴുകയാണ് ഉണ്ടായത്. അപ്രതീക്ഷിതമായ അപകടമാണ് അവിടെ സംഭവിച്ചിരുന്നത്. ആകാശ ദുരന്തങ്ങൾ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. ഈ ദുരന്തത്തിൽ ഒരു മലയാളി ഉൾപ്പെട്ടു. ആ മലയാളി കുട്ടി രഞ്ജിത, അവരുടെ കാര്യമാണ് നമുക്ക് ഏറെ വേദനാകരം. കാരണം രഞ്ജിത ഒരു സിംഗിൾ മദറാണ്. UK-യിൽ 1 വർഷമായി നേഴ്സായി ജോലി ചെയ്യുകയാണ്. നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോവുകയായിരുന്നു. നാട്ടിൽ വീട് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. വീട് പണിയൊക്കെ പൂർത്തിയായതിനു ശേഷം നാട്ടിലേക്ക് സെറ്റിൽ ആവാൻ തീരുമാനിച്ചിരുന്ന വ്യക്തിയാണ്. 2 കുട്ടികളാണ്. ഈ 2 കുട്ടികളും ചെറിയ കുട്ടികളാണ്. ആ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഒരു യാത്രയും അപകടത്തിലേക്കാകുമെന്ന് കരുതി പോകുന്നതല്ല. പക്ഷേ ഏറ്റവും അധികം നമ്മളെ വേദനിപ്പിക്കുന്നതും രഞ്ജിതയുടെ വിയോഗം തന്നെയാണ്. ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് ഇവിടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും നമുക്ക് യാത്രകൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുന്നല്ല. നമ്മളിവിടെ ടൂറിസ്റ്റുകളായി പോയെടുത്ത് വെച്ച് അപകടങ്ങൾ സംഭവിച്ചവരുണ്ട്. ഒന്നും അറിയാതെ ഹോസ്റ്റലിൽ ഇന്നലെ ഇരുന്ന് ഭക്ഷണം കഴിച്ചും പഠിച്ചു കൊണ്ടുവരുന്ന കുട്ടികൾക്കാണ് മറ്റ് അപകടങ്ങൾ സംഭവിച്ചത്. ട്രോഫി പരേഡിൽ വിജയകരമായ രീതിയിലുള്ള ഒരു ട്രോഫിയുടെ ഘോഷയാത്രയ്ക്ക് ചെന്ന് വെച്ച് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ വരുന്നത് എല്ലാം അപ്രതീക്ഷിതമായതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും ഒഴിവാക്കാൻ കഴിയുന്നതല്ല. നമുക്ക് കഴിയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന എല്ലാ യാത്രകളിലും മാക്സിമം സുരക്ഷിതത്വം സ്വീകരിച്ചു പോകാമെന്നുള്ളതാണ്. എവിടേക്കെങ്കിലും യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ നമ്മൾ എടുക്കുന്ന ഫ്ലൈറ്റുകൾ, നമ്മൾ എത്തുന്ന സ്ഥലങ്ങൾ, കൂടെയുള്ളവർ, ഇവിടെ എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ പതിപ്പിച്ച് ശ്രദ്ധയോടുകൂടി പോകാം എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ജീവിതം ഏത് തരത്തിലാണ് നമ്മളെ ഒരു യാത്രയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ഓരോരോ തീരുമാനങ്ങൾക്ക് മറുപടി തരുന്നതെന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഓരോ യാത്രയും ഓരോരോ സ്വപ്നങ്ങളെയും കൊണ്ടാണ് ഉയരുന്നത്. നമുക്കറിയാം, നമ്മൾ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ തിരിച്ച് കൈ കാണിച്ച് ഉയർന്നു പോകുന്നത് ഓരോ സ്വപ്നങ്ങളുടെ അടുത്തേക്കാണ്. ഇപ്പം ഇതിൽ തന്നെ ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രി സ്വന്തം മകളെ കാണാൻ പോയതാണ്. അതിൽ മറ്റൊരു കുടുംബം ഒന്നോടുകൂടി ലണ്ടനിലേക്ക് ബിസിനസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് ലണ്ടനിലേക്ക് കുടുംബവുമായി യാത്ര ചെയ്യായിരുന്നു. മറ്റൊരാൾ പഠനം പൂർത്തിയാക്കി വീണ്ടും ഭർത്താവിനോടൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ലണ്ടനിലേക്ക് തിരിച്ചതാണ്. 2 ടൂറിസ്റ്റുകൾ ഇന്ത്യ വന്നിട്ട് നമ്മൾ ഇന്ത്യക്ക് ഗുഡ് ബൈ പറഞ്ഞ് പോസ്റ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം ആ ഫ്ലൈറ്റിൽ കയറിയതാണ് 2 ബ്രിട്ടീഷ് പൗരന്മാർ. അവർ നഷ്ടപ്പെട്ടു. സഹോദരങ്ങളിൽ ഒരാൾ എങ്ങനെയോ എന്തോ ഒരു പുണ്യം കൊണ്ട് അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് ഒരാൾ രക്ഷപ്പെട്ടു, മറ്റൊരാൾ അപകടത്തിൽപ്പെട്ടു.
അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഈ ഒരു ഫ്ലൈറ്റ് യാത്ര തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പലരുടെയും നമ്മളെല്ലാ യാത്ര ചെയ്ത് ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ഒരു ശീലമാണ് സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ എല്ലാ സെൽഫി പോസ്റ്റിൽ അതിലെ ക്രൂ മെമ്പേഴ്സായ ആ 2 മണിപ്പൂരി പെൺകുട്ടി മണിപ്പൂരിൽ അതിക്രമങ്ങൾ നടക്കുകയാണ്. പക്ഷെ ആകാശപാതയിൽ സഞ്ചരിക്കുമ്പോൾ അവർ ഒന്നായി നിന്ന് യാത്ര ചെയ്തവരാണ്. മരണത്തിൽ അവർ ഒന്നായി യാത്ര ചെയ്ത 241 പേരും ഓരോ സ്വപ്നങ്ങളും കൊണ്ട് യാത്ര തിരിച്ചവരാണ്. ഈ മലയാളി നേഴ്സ് ഉൾപ്പെടെയുള്ളവർ ഒരുപാട് മോഹങ്ങൾ ഉൾക്കൊണ്ട് പോയതാണ്. അതുപോലെ ഈ MBBS സ്റ്റുഡൻസ് അവർ അവിടെ ഇരുന്ന് ആഹാരം കഴിച്ചും പഠിച്ചും ഭാവി സ്വപ്നം കണ്ടുകൊണ്ടിരുന്നവരാണ്. അപ്പോൾ ഒരു യാത്രയും ഒഴിവാക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഒരിടത്ത് ഇരുന്നു കൊണ്ടൊരു ജീവിതമില്ല. യാത്രകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇനി എന്ത് തന്നെ ആയാലും അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും നമുക്ക് ഫേസ് ചെയ്തുകൊണ്ട് മാത്രമേ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നാണ് ഈ ഓരോ അനുഭവങ്ങളും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്.